ഇംഗ്ലീഷിനെ കുറിച്ച് അധികം അറിയാത്തവർക്ക് പോലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാം. So let's start making short English sentences using 2 or 3 words. ഇവിടെ വരൂ എന്ന മലയാളം വാചകത്തെ ഇംഗ്ലീഷിൽ ആക്കണമെങ്കിൽ you just have to do a small thing. ഈ ലാസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്ന വരൂ, കം എന്ന വേർഡിനെ ഫ്രണ്ടിലേക്കും ഇവിടെ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡായ ഹിയറിനെ ലാസ്റ്റ് പൊസിഷനിലേക്കും കൊണ്ടുപോയാൽ മാത്രം മതി. So it becomes come here. ഇതുപോലെ തന്നെ അവിടേക്ക് പോകൂ എന്ന വാചകത്തിൽ പോകൂ, ഗോ എന്ന പ്രവൃത്തി അല്ലെങ്കിൽ വെർബിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയും അവിടേക്ക് there എന്ന വേർഡിനെ രണ്ടാമത്തെ പൊസിഷനിലേക്കും കൊണ്ടുപോയാൽ മാത്രം മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിയർ, there എന്നീ വേർഡ്സിന്റെ മുന്നിൽ to യൂസ് ചെയ്യരുത്. ദാറ്റ് ഈസ് കം ടു ഹിയർ എന്നോ ഗോ ടു there എന്നോ പറയുന്നത് തെറ്റാണ്. ഇനി 3 അതിലധികമോ വാക്കുകൾ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ആ വലിയ ബുക്ക് എടുക്കൂ, ഇവിടെ എടുക്കൂ, ടേക്ക് എന്ന വെർബിനെ ഫ്രണ്ടിലേക്കും ബാക്കിയുള്ളവയെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുപോവുക. ഈ രീതിയിലുള്ള സെന്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡേഴ്സ് കൊടുക്കാനും റിക്വസ്റ്റുകൾ ചെയ്യാനും വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ഇത് ചെയ്, ഡു ദിസ്, അത് ചെയ്, ഡു ദാറ്റ്, അവനെ വിളിക്ക്, കോൾ ഹിം, ഇവയെല്ലാം ഓർഡേഴ്സ് ആണ്. ഇതുപോലെ തന്നെ ഇവയുടെ ഫ്രണ്ടിൽ പ്ലീസ് എന്ന് ആഡ് ചെയ്താൽ ഇവ റിക്വസ്റ്റുകളായി മാറും. ദാറ്റ് ഈസ് പ്ലീസ് ഡു ദിസ്, ദയവായി ഇത് ചെയ്യൂ. പ്ലീസ് ഡു ദാറ്റ്, ദയവായി അത് ചെയ്യൂ. പ്ലീസ് കോൾ ഹിം, ദയവായി അവനെ വിളിക്കൂ. ആക്ച്വലി ഈ എല്ലാ സെന്റൻസുകളിലും യു എന്ന വാക്ക് ഹിഡൻ ആണ് എന്ന് മാത്രം. ഇതേ രീതിയിൽ വരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 20 സെന്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അവരെ ഉപദേശിക്കൂ, അഡ്വൈസ് ദം. എനിക്ക് കുറച്ച് വെള്ളം തരൂ, ഗിവ് മീ സം വാട്ടർ. ഇത് പിടിക്കൂ, ഹോൾഡ് ദിസ്. ആ ബുക്ക് എടുക്കൂ, ടേക്ക് ദാറ്റ് ബുക്ക്. നിന്റെ നോട്ട്ബുക്ക് കൊണ്ടുവരൂ, ബ്രിങ് യുവർ നോട്ട്ബുക്ക്. അവനെ അനുസരിക്കൂ, ഒബേ ഹിം. എന്തെങ്കിലും ഉണ്ടാക്കൂ, മേക്ക് സംതിങ്. നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നെ കാണിച്ചു തരൂ, ഷോ മീ യുവർ പ്രോഗ്രസ് റിപ്പോർട്ട്. കുറച്ചു സമയം പഠിക്കൂ, സ്റ്റഡി ഫോർ സം ടൈം. കോൾ എടുക്കൂ, ആൻസർ ദ കോൾ. ഫോൺ ബിൽ അടയ്ക്കൂ, പേ ദ ഫോൺ ബിൽ. കടയിലേക്ക് പോകൂ, ഗോ ടു ദ ഷോപ്പ്. ഉണരൂ, വേക്ക് അപ്പ്. കുളിക്കൂ, ഹാവ് എ ബാത്ത്. പതുക്കെ കഴിക്കൂ, ഈറ്റ് സ്ലോലി. വേഗത്തിൽ ഡ്രൈവ് ചെയ്യൂ, ഡ്രൈവ് ഫാസ്റ്റ്. നിന്റെ യൂണിഫോം ധരിക്കൂ, പുട്ട് ഓൺ യുവർ യൂണിഫോം. അവരുടെ കൂടെ കളിക്കൂ, പ്ലേ വിത്ത് ദം. വീണ്ടും പരിശ്രമിക്കൂ, ട്രൈ അഗെയിൻ. അവനോട് സംസാരിക്കൂ, ടോക്ക് ടു ഹിം. ഇനി ഈ സെന്റൻസുകളെ നെഗറ്റീവ് ആക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇവിടേക്ക് വരൂ എന്ന സെന്റൻസിനെ ഇവിടേക്ക് വരരുത് എന്ന് ആക്കണമെങ്കിൽ കം ഹിയർ എന്ന സെന്റൻസിന്റെ ഫ്രണ്ടിൽ ഡോണ്ട് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഡോണ്ട് കം ഹിയർ എന്നാകും. മനസ്സിലായില്ലേ? ഇൻ ദ സെയിം വേ, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മീ, എന്നെ കളിയാക്കരുത്. ഡോണ്ട് മേക്ക് ദിസ് നൗ, ഇപ്പോൾ ഇത് ഉണ്ടാക്കരുത്. ഡോണ്ട് ഫോർഗീവ് ഹിം, അവനോട് ക്ഷമിക്കരുത്. ഡോണ്ട് ടീച്ച് മീ, എന്നെ പഠിപ്പിക്കരുത്. ഡോണ്ട് ആർഗ്യൂ വിത്ത് ഹിം, അവന്റെ കൂടെ തർക്കിക്കരുത്. ഈ 5 വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടാൻ പരമാവധി ശ്രമിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ.